യെസ് ഗായ്സ്, ഇന്ന് ഡേ 3 ആണ്. അപ്പോൾ ഡേ 3 ഇപ്പോൾ വൈകിട്ടായി, 6 o'clock ആയി. ഇന്ന് ഹരിച്ചേട്ടന് വർക്ക് ഉള്ള കാരണം ചേട്ടൻ പോയിട്ട് വന്നിട്ടാണ് നമ്മൾ ഔട്ടിങ് പോകുന്നത്. പകൽ ഇറ്റ് വാസ് ഒരു ലേസി ഡേ ആയിരുന്നു. ഇന്നലെ പോയി ബാബിക്ക് കഴിഞ്ഞ് വന്നതിന് ക്ഷീണത്തിലൊക്കെ ലേറ്റായി എണീറ്റു. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ലഞ്ച് കഴിച്ചു, സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു, ഞങ്ങളൊന്ന് റെസ്റ്റൊക്കെ എടുത്തു. ദാ ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് പോവാണ്. എല്ലാവരും റെഡിയായി. ദാ അനീഷ് നിൽക്കുന്നു. ദിസ് ഈസ് വസുധ. സ്നേഹ ചേച്ചിയും ഹരിച്ചേട്ടനും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഒരു പോഷ് മോളിലേക്കാണ്. ഒരു ഫ്രഞ്ച് ആർക്കിടെക്ചർ സ്റ്റൈലിലൊക്കെ ഉള്ള കൺസ്ട്രക്ഷൻ ആണ്. ആ മോളിൻ്റെ പേര് വെൻഡോം മോൾ. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് എവിടെയാ പറയൂ? വെൻഡോം. അമ്മയെ കാണിക്കാം. ഗൈസ് നോക്കൂ, സ്നേഹ ചേച്ചി ഈസ് ഹിയർ. അതെ ഗൈസ്, നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്ലേസ് വെൻഡോം മോളിലേക്കാണ്. പോകുന്ന വഴിക്കാണ് ഈ മനോഹരമായിട്ടുള്ള സ്റ്റേഡിയം ഞങ്ങൾ കണ്ടത്. ഇത് ഏത് സ്റ്റേഡിയമാണെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായോ? യെസ്, ലുസൈൽ സ്റ്റേഡിയം. ഇവിടെ പോയതിൻ്റെ വിശേഷങ്ങൾ വേറൊരു വീഡിയോയിൽ പറയാം. ഇതിൻ്റെ നൈറ്റ് വ്യൂ കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കണം തോന്നി. നന്നായിട്ടുണ്ടല്ലേ? ഇതാണ് നമ്മൾ പോകുന്ന പ്ലേസ് വെൻഡോം മോള്. ഈ കാണുന്നതാണ് പ്ലേസ് വെൻഡോം മോളിൻ്റെ ഇൻറ്റീരിയർ. ഇതിലും ഭംഗി കാണാനായിട്ട് എക്സ്റ്റീരിയർ ആട്ടോ. പ്ലേസ് വെൻഡോം ഒരു ഫേമസ് ആയിട്ടുള്ള സ്ക്വയർ ആണ് ഇൻ സിറ്റി ഓഫ് പാരീസ്, വിച്ച് ഇസ് എ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ് ആൻഡ് നോൺ ഫോർ ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ്, ലക്ഷറി ഷോപ്പിംഗ് ആംബിയൻസ് ആൻഡ് എലിഗൻറ്റ് ആർക്കിടെക്ചർ. ഇതിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഈ പ്ലേസ് വെൻഡോം ലക്ഷറിയസ് മോള് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ലുസൈൽ സിറ്റിയിൽ, ഖത്തറിൽ. ഈ മോളിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് മാർച്ച് 2014 ആൻഡ് കംപ്ലീഷൻ കഴിഞ്ഞ് പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് April 15, 2022. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ കാണുന്നതിലും ഇരട്ടി ഭംഗിയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ കാണാനായിട്ട്. നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. ഈ മോളിൻ്റെ ഭംഗി എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റൈലാണ്. അതേപോലെ തന്നെ ഈ ഒരു ലൈറ്റിങ്ങും ഡെക്കറേഷൻസും ലക്ഷറീസ് ആയിട്ടുള്ള ആംബിയൻസും ഒരു ആഡഡ് ബ്യൂട്ടിഫിക്കേഷൻ നൽകുന്നുണ്ട്. കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വസു ബേബിക്ക് കാസലിൽ കയറണമെന്നും പറഞ്ഞ് ഒരേ വാശി. പിന്നെ കൂടെ ഞാനും കൂടി കയറി. അങ്ങനെ ഞാനും വസു ബേബിയും കൂടി 3-4 റൗണ്ട് ഇതിലൊന്ന് കളിച്ചു. കളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ അടുത്ത അട്രാക്ഷൻ തുടങ്ങിയായിരുന്നു ഡാൻസിങ് ഫൗണ്ടൻ. എവറി 1 hour ഈ ഡാൻസിങ് ഫൗണ്ടൻ വിത്ത് ലേസർ ആൻഡ് മ്യൂസിക് ഷോ ഉണ്ട്. ഇതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ മോള് ഒരു മിക്സ് ഓഫ് ഷോപ്പിംഗ്, ഹോസ്പിറ്റാലിറ്റി ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ആണ്. ഷോപ്പിങ്ങിനായിട്ട് മാത്രം തന്നെ അറൌണ്ട് 580 റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്, വിച്ച് ഇസ് എ മിക്സ് ഓഫ് ഹൈ എൻഡ് ഷോപ്സ്, ബൊട്ടീക്സ് ആൻഡ് ഫാഷൻ ബ്രാൻഡ്സ്. ഹോസ്പിറ്റാലിറ്റിക്കായിട്ട് 2 5-star ലക്ഷറി ഹോട്ടൽസ്. എൻ്റർടൈൻമെൻറ്റിനായിട്ട് ഈ ഡാൻസിങ് ഫൗണ്ടനും ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെ ഉണ്ട്. How's the mall? Nice.
അടിപൊളി മോളാണ് ഗൈസ്. അടിപൊളി മീൻസ് ലൈക്ക് ലിറ്ററലി ഇറ്റ് ഈസ് അടിപൊളി, വേറൊന്നും പറയാനില്ല. ജസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ ലൈക്ക് ഏതോ ഒരു ഫോറിൻ കൺട്രിയിൽ വന്നേക്കാന്ന്, അങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷൻ ആയിട്ടുണ്ട്. ആൻഡ് വെരി ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ ലിറ്ററലി ഒരു വേറൊരു ഫോറിൻ രാജ്യത്തൊക്കെ വന്ന പോലത്തെ ഉള്ളൊരു construction. Like you have something to say about the construction very beautiful. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുത്തു. ഞാനും സ്നേഹ ചേച്ചിയും വെൽ ഡ്രസ്ഡ് ആയിട്ട് തന്നെയാണ് പോയത്. കാര്യം ഞങ്ങൾക്ക് കുറച്ചധികം ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. പോകുന്നതിന് മുമ്പ് വാഷ്റൂം കൂടി ഒന്ന് പോയി. ഒന്നും പറയാനില്ല ഗൈസ്, ആ ലക്ഷറിയസ് ഫീല് അവർ വാഷ്റൂമിന് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ നോക്കിയാലും നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസും ടൈൽസും ഭംഗിയായിരുന്നു കാണാനായിട്ട്. ദുബായ് മോളിലെ വാഷ്റൂമൊക്കെ പോലെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ഗ്രിൽ ഹൗസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച ശേഷം അടുത്ത ലൊക്കേഷനിലേക്ക് പോയി. നമ്മൾ പോകുന്ന അടുത്ത സ്ഥലവും ഇതേപോലെ തന്നെ ആർക്കിടെക്ചറൽ ബ്യൂട്ടിയുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഈ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടവർ കാണാൻ. ഈ ടവർ അറിയപ്പെടുന്നത് 3 പേരുകളിലാണ്. ഒന്ന് കത്താറ ടവേഴ്സ്, അല്ലെങ്കിൽ ക്രിസന്റ് ടവർ റുസേൽ, അല്ലെങ്കിൽ കത്താറ ഹോസ്പിറ്റാലിറ്റി ടവർ. ഈ ടവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഖത്തറിലെ ലുസേൽ മറീന പ്രൊമനേഡിലാണ്. ഈ കാണുന്ന ഹൈ റേസ് ടവറെ യുണീക്ക് ആക്കുന്നത് ഇതിൻ്റെ കർവ്ഡ് ഡിസൈൻ തന്നെയാണ്. ഇതിൻ്റെ ഹൈറ്റ് ഇസ് അറൌണ്ട് 211 meters and 40 floors ഉണ്ട്. ഈ ടവറിൻ്റെ അകത്ത് 2 5-star ലക്ഷറിയസ് ഹോട്ടൽസ് ആണുള്ളത്. 1 റാഫൽസ് ദോഹ 132 റൂംസ്, രണ്ടാമത്തത് ഫെറമോൺ ദോഹ 362 റൂംസ് ആണ്. ഈ 2 ഹോട്ടലും മാനേജ് ചെയ്യുന്നത് 1 മാനേജ്മെൻറ്റ് ടീമാണ്. ഈ ടവർ ഓപ്പൺ ആയിരിക്കുന്നത് 2022 വെൻ ഖത്തർ ഹോസ്റ്റഡ് ദ 2022 FIFA World Cup. ഈ ടവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ലുസേൽ മറീന പ്രൊമനേഡ് കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഗൈസ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ടോൾ ബിൽഡിങ്സും അത് ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നതും അതേപോലെ തന്നെ മറീന വ്യൂവും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. നമ്മൾ പോയി തന്നെ നല്ല ക്ലൈമറ്റുള്ള സമയത്തായിരുന്നു. നല്ല തണുത്ത കാറ്റും നല്ലൊരു വെതറായിരുന്നു. അവിടെ നടക്കാനൊക്കെ ആയിട്ടായാലും കുറേ വാക്ക് വേസ് ഉണ്ട്. ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് നോക്കുമ്പോൾ ദാ കാണുന്നതാണ് നമ്മൾ നേരത്തെ പോയ വെൻഡോ മോൾ. ഇവിടെ ഒരുപാട് വാക്ക് വേസ് ഉണ്ട്, ഇരിക്കാനായിട്ട് ബെഞ്ചസ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കപ്പിൾസ് ആയിട്ടൊക്കെ വന്ന് ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് സ്പോട്ട് തന്നെയാണ് ഗൈസ് ഇത്. കുറച്ച് സമയം അവിടെ കൂടിയൊക്കെ നടന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്നൊരു കഫേയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് നമ്മൾ സന്തോഷമായിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ വസുബേബി പറഞ്ഞ പോലെ ഞങ്ങൾ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ട്രിപ്പിളൈയുടെ ഇൻസ്റ്റാ പേജും കൂടി ഫോളോ ചെയ്യണം. അപ്പോൾ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഖത്തറിൽ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കാണിച്ച ഈ 2 സ്ഥലങ്ങളും മിസ് ഔട്ട് ചെയ്യേണ്ട മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.